പ്രണയം തോന്നുന്ന ഒരാളെ ആദ്യമായി കാണാൻ പോകുമ്പോഴോ സംസാരിക്കുമ്പോഴോ വയറിനുള്ളിൽ ചിത്രശലഭങ്ങൾ ചിറകടിക്കുന്നത് പോലെയുള്ള ഒരനുഭവം, ഒരു തരിപ്പ് ഉണ്ടായിട്ടില്ലേ? ഇതൊരു സുരക്ഷാ സിഗ്നലാണെന്ന് നിങ്ങൾക്കറിയാമോ? Why so curious? പ്രണയിക്കുമ്പോൾ മാത്രമല്ല, സ്റ്റേജിൽ കയറി സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പോ പരീക്ഷയ്ക്കോ ഇന്റർവ്യൂവിനോ പോകുമ്പോഴോ ഒക്കെ ഈ അനുഭവം ഉണ്ടാവാറുണ്ട്. ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക്ക് എന്നത് പേടി, പരിഭ്രമം അല്ലെങ്കിൽ കടുത്ത ആകാംക്ഷയൊക്കെ തോന്നുമ്പോൾ വയറ്റിലുണ്ടാകുന്ന പ്രത്യേക അസ്വസ്ഥതയെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. നമുക്ക് വലിയ ടെൻഷനോ അമിതമായ ആവേശമോ ഉണ്ടാകുമ്പോൾ തലച്ചോറിലെ അമിഗ്ദല എന്ന ഭാഗം അത് തിരിച്ചറിയുകയും അതൊരു അടിയന്തര സാഹചര്യമാണെന്ന് കണക്കാക്കുകയും ചെയ്യുന്നു. ഉടൻ തന്നെ തലച്ചോറ് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് സിഗ്നലുകൾ അയക്കും. ഈ സിഗ്നൽ കിട്ടുന്നതോടെ ശരീരം പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിക്കും. പണ്ട് കാലത്ത് മനുഷ്യൻ കാട്ടുമൃഗങ്ങളുടെ മുന്നിൽ പെടുമ്പോൾ ഒന്നെങ്കിൽ അതിനോട് പൊരുതണം, അല്ലെങ്കിൽ ജീവനും കൊണ്ടോടണം. ഈ അവസ്ഥയാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇന്ന് നമുക്ക് മൃഗങ്ങളെ പേടിക്കേണ്ടതില്ലെങ്കിലും ഒരു ഇന്റർവ്യൂവോ സ്റ്റേജ് പെർഫോമൻസോ വരുമ്പോൾ നമ്മുടെ ശരീരം അതേ രീതിയിലാണ് പ്രതികരിക്കുക. അടിയന്തര ഘട്ടത്തിൽ ഓടാനോ പ്രതിരോധിക്കാനോ വേണ്ടി നമ്മുടെ കൈകാലുകളിലെ പേശികൾക്ക് കൂടുതൽ ഊർജം ആവശ്യമായി വരും. ഇതിനായി ശരീരം അഡ്രിനാലിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കും. ആ സമയത്ത് ദഹനപ്രക്രിയ അത്ര പ്രധാനമല്ലാത്തതിനാൽ ശരീരം വയറിലേക്കുള്ള രക്തക്കൊഴലുകളെ ചുരുക്കുന്നു. വയറിൽ നിന്നുള്ള രക്തം വൻതോതിൽ കൈകാലുകളിലെ പേശികളിലേക്കും തലച്ചോറിലേക്കും വഴിതിരിച്ചുവിടുന്നു. നമ്മുടെ കുടലിൽ ദശലക്ഷക്കണക്കിന് നാഡീകോശങ്ങളുണ്ട്. ഇതിനെ എൻഡറിക് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നു. ഈ നാഡീവ്യവസ്ഥയെ മനുഷ്യന്റെ രണ്ടാമത്തെ തലച്ചോറ് എന്നും വിളിക്കാറുണ്ട്. വയറിലെ രക്തയോട്ടം പെട്ടെന്ന് കുറയുമ്പോൾ ഈ നാഡീകോശങ്ങൾ ഉണരുകയും അവിടെ ഒരുതരം അസ്വസ്ഥതയോ വായു നിറഞ്ഞതുപോലെയുള്ള തരിപ്പോ അനുഭവപ്പെടുകയും ചെയ്യും. ഇതാണ് നമുക്ക് ചിത്രശലഭങ്ങൾ ചിറകടിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നത്.